ഹലോ ഗൈസ്, ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ലായിരുന്നു. രാത്രിത്തെ ഫുഡ് ഉണ്ടാക്കാൻ കയറിയപ്പോഴത്തേനും സിയാന് ഭയങ്കര വിശപ്പ്. അപ്പം എന്നോട് പറഞ്ഞു നമ്മൾ എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കി തരാൻ കേട്ടോ. അങ്ങനെയല്ലേ ഞാൻ വെച്ചതിൽ കോൺഫ്ലേക്സ് ഉണ്ടാക്കി കൊടുക്കാന്ന്. അല്ലേ സിയ? എന്താ സിയ? എന്താ വേണ്ടേ? അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ പോവാം. അപ്പം നമുക്ക് കോൺഫ്ലേക്സ് ഉണ്ടാക്കാം. ഈ ആശു ഭയങ്കര ഉറക്കം കരച്ചിലുള്ളത് കൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ. പോയിട്ട് വരാം. അയ്യോ അയ്യോ എന്നിട്ട് എന്ത് ചെയ്ത്? കൊള്ളാം, കുഴപ്പമില്ലല്ലോ. യാച്ചു എണീറ്റു. യാച്ചു ഉമ്മ വന്നു. ഞങ്ങൾ യാച്ചു ഉമ്മ വന്നു. പാലെടുക്കാം കേട്ടോ. പാൽ, അയ്യോ പാല് 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 കുറച്ച് മതിയല്ലോ ഇനി, കാരണം എനിക്ക് ചോറ് കഴിക്കാനുള്ളതാണ്. ഞാൻ കുറച്ച് എടുക്കുന്നുള്ളൂ കോൺഫ്ലേക്സ്. അപ്പം അതും എടുത്ത് നമുക്ക് പാല്. അപ്പം പാലൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കോൺഫ്ലേക്സ് ഇപ്പം ഞാൻ കുറച്ചേ കൊടുക്കുന്നുള്ളൂ. കാരണം എന്ന് വെച്ചാൽ രാത്രിയിലേക്ക് ചോറ് കഴിച്ചിട്ടില്ല. ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുപോകാത്ത ദിവസങ്ങളിൽ രാത്രിയിൽ ഞാൻ ചോറ് തന്നെ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് കോൺഫ്ലേക്സ് എടുത്ത്. ഈ അശ്വിനാണെങ്കിൽ വേണ്ട ഈ കോൺഫ്ലേക്സിൻ്റെ പൊടി ഉണ്ടല്ലോ, അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ കുഞ്ഞിനെ വെച്ചിട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്. താഴെ നിൽക്കുന്നില്ല. അങ്ങനെ പാലൊക്കെ റെഡി ആയപ്പോഴത്തേന് ഞാൻ ചൂടോടുകൂടി കഴിക്കും കേട്ടോ. ചൂടോടുകൂടി തന്നെ ചെയ്യാൻ കുടിക്കുകയും ചെയ്യും. അധികം ചൂടില്ല, ചെറുതായിട്ടൊന്ന് തണുത്തിട്ട്. അപ്പം കുറച്ച് കോൺഫ്ലേക്സ് ഇടുന്നുള്ളൂ. പാലും ഒക്കെ റെഡിയായി. അപ്പം ഞാൻ സിയാനെ വിളിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഏട്ടൻ സിയാനെ വിളിച്ചിട്ട് പറഞ്ഞു പഠിക്കാതിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴാണ് സാറിന് വിശപ്പ് തുടങ്ങിയത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോയി പഠിക്കാനാണ് പറയുന്നത്. എടുത്ത കൂട്ടത്തിൽ കുറച്ച് കോൺഫ്ലേക്സ് അവിടെ വീണ് കേട്ടോ. ഇനി എനിക്കത് പണിയാണ്. എല്ലാം തൂത്ത് തുടച്ചിട്ടേക്കുമായിരുന്നു. ഇനി അതെല്ലാം പോയി വീണ്ടും ഒന്ന് തൂക്കണം. ഇല്ലെങ്കിൽ ഉറുമ്പൊക്കെ കൂടോടെ കയറി വരും. അങ്ങനെ സിയാനെ വിളിച്ചിട്ട് ഇളക്കി എടുക്കുവാണ്. ഞാൻ ഇളക്കുന്ന ഇഷ്ടമല്ല കേട്ടോ. സിയാൻ തന്നെ ഇളക്കണം. കുറച്ച് ഇടാവൂ, അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളുണ്ട്. അങ്ങനെ ഒരു സ്പൂണൊക്കെ എടുത്ത് കൊടുത്ത് അങ്ങനെ സ്പൂണൊക്കെ കൊണ്ട് കഴുകിയിട്ട് വരാം കേട്ടോ. എന്നിട്ട് എന്നോട് ഒന്ന് പറയാം, ആ സ്പൂൺ എന്തോ വളഞ്ഞിരിക്കുന്നത്, അതിൽ കോരി കുടിക്കാൻ പറ്റില്ല. അപ്പം ഞാനൊന്ന് ഒടിച്ചു കൊടുത്തപ്പോഴത്തേന് അത് വീണ്ടും വേറൊരു ഷേപ്പായി. അപ്പം പിന്നെ വലിയ കുഴപ്പമില്ല. പിന്നെ അതുമൊക്കെ പറഞ്ഞു വിട്ടിട്ട് നേരെ കുടിക്കാൻ കൊണ്ട് കൊടുക്കുവാണ്. അപ്പം ചെയ്യാൻ തന്നെ എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞു. കുഞ്ഞിൻ്റെ ഇരിക്കുന്നതുകൊണ്ട് പാവം അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. യാശൻ്റെ ഇരിക്കുമ്പോഴത്തേന് എന്നെ ഭയങ്കര ഹെൽപ്പ് ചെയ്യും. അമ്മ എടുക്കണ്ടേ, അതിന് ചായ ആയാലും എന്തായാലും അങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്കത് കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ്. വലുതാകുമ്പോഴതൊക്കെ കണ്ടാൽ മതി. അങ്ങനെ അവർക്കുള്ളതൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ പോവാം കേട്ടോ. എനിക്കിനി യാശന് ചോറ് കൊടുക്കണം, സിയാനും കൊടുക്കണം. രണ്ടുപേർക്കും കൂടെ ഒരുമിച്ചാകുമ്പോഴത്തേന് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ.